ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദ്യം അനുവേട്ടനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്നേഹയോട് അത് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ധനുഷനെ അവളെ ഡീൽ ചെയ്തോളും. താൻ ധൈര്യമായിട്ട് ധനുഷനെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. താനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ധനുഷ് വരട്ടെ. പേടിയാ സച്ചേട്ടാ, എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാ എന്റെ അനുപേന്റെ ജീവൻ നഷ്ടാവും. നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട. എന്ത് റിസ്ക് എടുത്തിട്ടായാലും അനൂപേട്ടനെ നമ്മൾ രക്ഷിച്ചിരിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത് അതുമാത്രം പറഞ്ഞാൽ മതി. തല പോയാലും ഞാനത് ചെയ്തിരിക്കും. എന്താ അർച്ചനയുടെ പ്ലാൻ? അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അനുപേന്റെ ജീവൻ രക്ഷിക്കണം. അതിന് കുറച്ചുനാൾ ഇവിടുന്ന് അനുപേനെ മാറ്റി നിർത്തണം. ഒന്നുകിൽ വിദേശത്തേക്ക്, അതല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഒളിക്കാവുന്നൊരു സ്ഥലത്തേക്ക്. അതിനിടയിൽ എങ്ങനെയെങ്കിലും ആ മധുവായിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. എന്നിട്ട് അനുപെണ്ണെ തിരിച്ചു കൊണ്ടുവരണം. ഇക്കാര്യത്തിൽ എങ്ങനെയാ ധനുഷിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്നത്? ചില കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചാലും നടക്കും. അനൂപേട്ടന് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയൊരു സ്ഥലം എന്റെ അറിവിലുണ്ട്. നാളെ രാവിലെ ജാമ്യം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? കിട്ടും, അതിൽ സംശയമൊന്നുമില്ല. നാളെ രാവിലെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി ജാമ്യം എടുക്കാനാ പ്ലാൻ. അപ്പോ അവിടുന്നാണ് നമ്മുടെ ജോലി തുടങ്ങേണ്ടത്. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അനൂപേട്ടനെ കൊണ്ട് ഞാൻ പോയിക്കോളാം. ധനുഷിന്റെ കൂടെ ഞാനും കൂടെ വരാം. അത് വേണ്ട. അർച്ചനടുത്തേക്ക് ഈ അവസ്ഥയിൽ അധികം യാത്ര ചെയ്യാനോ ഓടി നടക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് സച്ചേട്ടനോട് വേണം. വക്കീല് വഴി അവരുമായി കാര്യങ്ങൾ സെറ്റിൽമെന്റ് സംസാരിക്കേണ്ടത് മുഴുവൻ സച്ചേട്ടനാ. എത്ര പണം കൊടുത്തിട്ടായാലും വേണ്ടില്ല, അനൂപേട്ടന്റെ ജീവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരൂ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, എന്നെ വീഴ്ത്തിയിട്ടല്ലാതെ അവർക്ക് അനൂപേട്ടനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ധനുഷിന്റെ ഈ വാക്കുകൾ ഞങ്ങൾക്ക് തരുന്ന ധൈര്യം ചെറുതല്ല. ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നിങ്ങൾ എനിക്ക് നൽകിയ ധൈര്യം ഇതിനേക്കാൾ എത്രയോ വലുതാണ്. ആ നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന്റെ ത്രില്ലില്ല ഞാൻ. ചെങ്കൽ മധുവല്ല, ആര് വിചാരിച്ചാലും അനൂപേട്ടനെ നമ്മൾ രക്ഷിച്ചിരിക്കും.